ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻകം ടാക്സ് പാർട്ട് 5. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിൽ വന്ന GSTയുടെയും ഇൻകം ടാക്സിൻ്റെയും TDSൻ്റെയും ഇതുവരെ വന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ഇന്നത്തെ ടോപ്പിക്ക് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിന് ഇൻകം ടാക്സ് സ്ക്രൂട്ടിനി നോട്ടീസ് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ. ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ഇൻകം ടാക്സ് നോട്ടീസ് ലഭിക്കാം? എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചില സ്ഥാപനങ്ങളുടെ കണക്കുകൾ സ്ക്രൂട്ടിനിക്ക് വിളിക്കുന്നത്? ഗവൺമെന്റിന് വേണ്ടിയുള്ള ഇൻകം മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്ക്രൂട്ടിനിക്ക് വിളിക്കുന്നത്. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് വിളിക്കുക എന്നുള്ളത് നോക്കുക. അതിനു മുമ്പേ എത്ര തരത്തിൽ സ്ക്രൂട്ടിനി ഉണ്ടെന്നും നമുക്ക് നോക്കാം. സ്ക്രൂട്ടിനി കേസസ് ആർ പിക്കിംഗ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് യൂസിങ് 2 മെത്തേഡ്സ്. ഒന്ന് മാനുവലി ബൈ അസസിംഗ് ഓഫീസർ. സെക്കൻഡ് കാസ് കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ക്രൂട്ടിനി സെലക്ഷൻ, CASS, കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ക്രൂട്ടിനി സെലക്ഷൻ. ഇങ്ങനെ 2 രീതിയിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനങ്ങളുടെ കണക്ക്, വലിയ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ കണക്കുകൾ സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി അതിന് ചില സ്ക്രൂട്ടിനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതായത് മാനുവലി ആണ് എടുക്കുന്നതെങ്കിൽ ഈ താഴെ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ, സിറ്റുവേഷനിലൊക്കെ നിങ്ങളുടെ കണക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്ക്രൂട്ടിനിക്ക് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ അയക്കാം, സ്ക്രൂട്ടിനി ലെറ്റർ അയക്കാം. നോക്കൂ ഏതൊക്കെയാണ് സാഹചര്യങ്ങൾ. ഒന്ന്, ഹ്യൂജ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. നിങ്ങളുടെ കണക്കിൽ ഒരു വലിയ രീതിയിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു സാമ്പത്തിക വർഷം ബാങ്ക് ചാനലിലൂടെ അല്ലാതെയുള്ള ട്രാൻസാക്ഷൻ ഏറ്റവും കൂടുതലായിട്ടുണ്ടെങ്കിൽ, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് കൂടുതലെങ്കിൽ നിങ്ങളുടെ കണക്ക് സ്ക്രൂട്ടിനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം. സെക്കൻഡ്, ഹൈ വോളിയം ഓഫ് TDS ആൻഡ് റീഫണ്ട് റേഷ്യോ. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ആ സാമ്പത്തിക വർഷം TDSന്റെ എമൗണ്ട് കൂടുതലും അതുപോലെ തന്നെ അത് റീഫണ്ട് വാങ്ങിച്ചത് കൂടുതലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ക് സ്ക്രൂട്ടിനിക്ക് വേണ്ടി സെലക്ട് ചെയ്തേക്കാം. തേർഡ്, ഹ്യൂജ് ക്രെഡിറ്റ് എൻട്രീസ് ഇൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി മുമ്പൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ഡെപ്പോസിറ്റ് സൈഡ് മാത്രമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴ് അത് മാത്രമല്ല, 2 ഭാഗം അവിടെ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താകട്ടെ, ഇനി അത് വിഡ്രോ ചെയ്തിട്ട് ഇനി എന്താണ് എക്സ്പെൻഡിച്ചർ, അതായത് ആ എക്സ്പെൻസ് കൂടി നിങ്ങളുടെ കണക്കിലേക്ക് കയറി പോകുന്നില്ല എങ്കിൽ അതുകൂടി ഇൻകത്തോട് ആഡ് ചെയ്തിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ടാക്സ് കണക്കാക്കുക. അപ്പോൾ മാക്സിമം, അതായത് ബാങ്കിലൂടെ വലിയ ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോഴ് എന്താണ് ബാങ്കിൽ നിന്നൊക്കെയുള്ള ഓൾമോസ്റ്റ് വലിയ ട്രാൻസാക്ഷൻസും, അതായത് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ബാങ്ക് അക്കൗണ്ടിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കണക്ക് സ്ക്രൂട്ടിനിക്ക് വിളിച്ചേക്കാം. തേർഡ്, ഹ്യൂജ് ക്യാപിറ്റൽ അഡീഷൻ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ ഒരു വലിയ എമൗണ്ട് ആണ് ആ സാമ്പത്തിക വർഷത്തിലെ എങ്കിൽ ആ കാരണത്താലും ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കണക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്ക്രൂട്ടിനിക്ക് വിളിച്ചേക്കാം. ഫിഫ്ത്ത്, ഹ്യൂജ് എമൗണ്ട് ഓഫ് അൺസെക്യൂർഡ് ലോൺ ആൻഡ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ലയബിലിറ്റി സൈഡിൽ നോക്കുമ്പോൾ നേരത്തെ 4 പറഞ്ഞ പോലെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അഡീഷൻ ഉള്ള പോലെ തന്നെ ഏതും ശ്രദ്ധിക്കപ്പെടാം. അൺസെക്യൂർഡ് ലോൺ ആയിട്ട് ഒരുപാട് ആളുടെ പേരിൽ ലോൺ കാണിച്ചിട്ടുണ്ടോ, ഇനി അതുപോലെ തന്നെ ആ വാങ്ങിച്ച അൺസെക്യൂർഡിന്റെ മുകളിൽ ഇൻട്രസ്റ്റ്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തുകൊണ്ട് ആ പേയ്മെന്റ്, അതായത് ഇൻട്രസ്റ്റ് പുറത്തേക്ക് ഈ അൺസെക്യൂർഡ് ലോണിന്റെ മുകളിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ഐഡിയൽ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കണം. ഒരു വലിയ റേറ്റ് കാണിച്ചുകൊണ്ട് ആ അൺസെക്യൂർഡ് ലോണിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സ്ക്രൂട്ടിനിക്ക് വിളിക്കാനുള്ള ഒരു കാരണമായി തീരാം. 6, നോൺ ബിസിനസ് നേച്ചർ എക്സ്പെൻസസ് ഡെബിറ്റഡ് ഇൻ ദ പ്രൊഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇനി പേഴ്സണൽ നേച്ചറിലുള്ള നോൺ ബിസിനസ് നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറുകൾ
സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് പേഴ്സണൽ നേച്ചർ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലാത്ത എക്സ്പെൻഡിച്ചർ ബിസിനസിന്റെ പി എൻ അക്കൗണ്ടിലെ ഡെബിറ്റ് ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ അതും സ്ക്രൂട്ടിനിക്ക് വിളിക്കാൻ ഒരു കാരണമാകാം. 7th, TDS ലയബിലിറ്റി നോട്ട് ഡിസ്ചാർജ് പ്രോപ്പർലി. ഇനി നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള TDS ലയബിലിറ്റി കറക്റ്റായിട്ട് നിങ്ങൾ പേ ചെയ്യുന്നില്ല എങ്കിൽ, അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നോക്കുമ്പോഴേക്ക് ഒരുപാട് TDS പിടിക്കേണ്ട എക്സ്പെൻഡിച്ചറുകളുണ്ട്, പക്ഷെ ആ നിങ്ങളുടെ ലയബിലിറ്റി ഒന്നും നിങ്ങൾ പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്തിട്ട് കാണുന്നില്ല എങ്കിൽ അതുകൊണ്ടും നിങ്ങളുടെ അക്കൗണ്ട്സ് സ്ക്രൂട്ടിനിക്ക് വിളിക്കാം. ഇനി 8th, മേജർ വേരിയേഷൻസ് ഇൻ റേഷ്യോസ് ലൈക്ക് GP റേഷ്യോ, NP റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇനി നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള ട്രാൻസാക്ഷനിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ ട്രാൻസാക്ഷൻ തമ്മിലും ഒരു കെമിസ്ട്രി ഉണ്ടാവും, അതായത് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും. അത് പാലിക്കപ്പെടുന്നില്ല എങ്കിൽ, ആ റേഷ്യോ പാലിക്കപ്പെടുന്നില്ല എങ്കിൽ, അതായത് പ്രധാനപ്പെട്ടത് GP റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ആ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ്. അതായത് സ്ക്രൂട്ടിനിക്ക് വിളിക്കുന്ന ഒരു വലിയ പ്രധാന കാരണം അതാ, ഒരു ട്രേഡിംഗ് സ്ഥാപനത്തിന്റെയൊക്കെ GP റേഷ്യോ വലിയ രീതിയിൽ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും മാറ്റങ്ങൾ ജമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥാപനത്തിനെ സ്ക്രൂട്ടിനിക്ക് വിളിക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒക്കെ. അപ്പൊ ആ റേഷ്യോ ഒക്കെ ഒരു നാച്ചുറൽ രീതിയിലുള്ള ഒരു മാറ്റമല്ല വരുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്ഥാപനം സ്ക്രൂട്ടിനിക്ക് ആ കണക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്ക്രൂട്ടിനിക്ക് വിളിച്ചേക്കാം. എബോവ് ലിസ്റ്റ് ഈസ് ആൻ ഇല്ലസ്ട്രേറ്റീവ് ലിസ്റ്റ്. ഇനി ഈ 8 കാരണങ്ങൾ മാത്രം കൊണ്ട് ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ സ്ഥാപനം സ്ക്രൂട്ടിനിക്ക് വിളിക്കുന്നത്. വേറെയും കാരണങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന 8 കാരണങ്ങളാണ് ഞാനിവിടെ വിവരിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ്, നമ്മൾ ഇപ്പം പറയുന്നത് മാനുവലി ബൈ അസസിംഗ് ഓഫീസർ ആണ്. സെക്കൻഡ് കാസ് പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ക്രൂട്ടിനി സെലക്ഷൻ ഉണ്ട്. അതെന്താണ് കാസ് എന്ന് നോക്കുക. ദിസ് ഈസ് ആൻ ഓട്ടോമാറ്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് which automatically takes the case under scrutiny by matching the ITR filed by the SSC with the database available with the system. അതായത് കാസ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഓട്ടോമാറ്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. അത് ഓട്ടോമാറ്റിക്കലി തന്നെ സെലക്ട് ചെയ്യുന്നതാണ്. സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഏത് സ്ഥാപനത്തിന്റെ ഇതാണ് കണക്കാണ് എടുക്കേണ്ടത് എന്നുള്ളത് ആ ഓട്ടോമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ തന്നെ പിക്ക് ചെയ്യുന്നതാണ്. എങ്ങനെയാണ്? അണ്ടർ സ്ക്രൂട്ടിനി ബൈ മാച്ചിങ് ദ ITR ഫയൽഡ് ബൈ ദ SSC ഫയൽ ചെയ്ത ITRന്റെ കോപ്പിയും വിത്ത് ദ ഡാറ്റാബേസ് അവൈലബിൾ വിത്ത് ദ സിസ്റ്റം, മാച്ച് ചെയ്യും ഇതിനോട്, ഡാറ്റാബേസിൽ അവരുടെ പക്കലുള്ള ഇൻഫർമേഷൻസും SSC ഫയൽ ചെയ്ത ITR തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ കണക്ക് തീർച്ചയായും സ്ക്രൂട്ടിനിക്ക് വിളിക്കാം. ഇനി എങ്ങനെയാണ് അതിന് എക്സാമ്പിൾ പറയുന്നത്? ലൈക്ക് മിസ്മാച്ച് ഇൻ ഫോം 26AS ആൻഡ് ITR ഫയൽഡ്. നമ്മൾ ഫയൽ ചെയ്ത ITR ഫയലിന്റെ കോപ്പിയും ഫോം 26 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം എവിടെയുണ്ട്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കാണാം. നോർമലി ഇപ്പൊ പ്രീവിയസ്ലി TDSന്റെയും മറ്റുള്ള ഇൻകം ടാക്സ് അടച്ച അഡ്വാൻസിന്റെ ഒക്കെ കാര്യങ്ങളായിരുന്നു ഫോം 26AS ക്യാപ്ചർ ചെയ്തിരുന്നത്. എന്നാൽ ഇനി വരുന്ന ആളുകളിൽ അതിനെ ടാക്സ് പാസ്ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷൻസും, വലിയ ട്രാൻസാക്ഷൻസ് മുഴുവൻ, ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്, നിങ്ങളുടെ പാനോ ആധാറൊക്കെ ഉപയോഗിച്ചിട്ട് ഏതൊക്കെയോ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ മുഴുവൻ ഇൻഫർമേഷനും, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ജാതകം എന്ന് പറയുന്ന രീതിയിൽ തന്നെ മുഴുവൻ ട്രാൻസാക്ഷൻസും അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ആ ഫോം 26ASഉം ITR ഫയൽ ചെയ്തതും തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ട് എങ്കിൽ ആ സ്ഥാപനത്തിന്റെ കണക്കും സ്ക്രൂട്ടിനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചേക്കാം, പിക്ക് ചെയ്തേക്കാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അപ്പോൾ വലിയ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഏതെങ്കിലും പോയിന്റുകൾ വരികയാണെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ കണക്ക് സ്ക്രൂട്ടിനിക്ക് വിളിച്ചേക്കാം. ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.